വലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ ചന്ദ്രിക ദിനപത്രത്തിൽ പ്രിയങ്കരനായ MS സമദ് ഇന്നത്തെ ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഭൂമിയെ ചേർത്ത് പിടിക്കുക ദേഹത്തെ എന്ന പോലെ എന്ന തലക്കെട്ടിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു ചായക്കോപ്പയിൽ കിടക്കുന്ന ബിസ്ക്കറ്റിന് സമാനമായ പരിമിതികളുള്ള കേരളത്തിൻ്റെ അവസ്ഥ പഠിക്കാതെ കടലും കരയും മലയും ഒരുപോലെ കൊള്ളയടിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പിണറായി വിജയൻ്റെ കേരളയിലും മോദിയുടെ കടൽ ഖനനവും അദാനിമാരുടെ വികസന വിനിമയ കൂട്ടുകെട്ടുകളും കേരളത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ പുതിയ അവബോധത്തിലെത്തിക്കാൻ പര്യാപ്തമാണ്. പക്ഷേ നാം അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല. പ്രിയപ്പെട്ട സമദ് സാഹിബിൻ്റെ കാതലായ വശങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ബാക്കി അദ്ദേഹത്തിൻ്റെ പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇന്ന് എഴുതിയ ലേഖനം, ലോക പരിസ്ഥിതി ദിനത്തിൽ എഴുതിയ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന് ജൂലൈ 5 ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ഈ ദിവസം ഒരു ചടങ്ങ് പോലെ ആചരിച്ച് നാം വീണ്ടും പരിസ്ഥിതി ദ്രോഹത്തിൽ മുഴുകുന്നു. ഭൂമിയും അവകാശവും അതിൻ്റെ ഗുരുതരാവസ്ഥയുടെ നെല്ലിപ്പടി കാണുകയാണ്. ഒരിക്കലും തിരിച്ച് കൊണ്ടുവരാനാവാത്ത വിധം പരിസ്ഥിതി അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങൾ കാട്ടിത്തുടങ്ങിയിരിക്കുന്നു. കുടിച്ചും തുരന്നും മാന്തിയും പൊട്ടിച്ചും നികത്തിയും മനുഷ്യൻ അവൻ്റെ ആർത്തി അഭംഗുരം പ്രകടിപ്പിക്കവേ അവസാന പടിയുടെ വക്കിലാണ് നാം. 1972 സ്റ്റോക്ക് ഹോമിലാണ് മനുഷ്യ പരിസ്ഥിതി സമ്മേളനം ആദ്യമായി ചേരുന്നത്. മനുഷ്യകുലം ഉൾപ്പെടെ ജൈവലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവമായി യോഗം ചർച്ച ചെയ്തു. 1973 ജൂൺ 5 അന്ന് മുതൽ പരിസ്ഥിതി ദിനമായി ആചരിക്കൽ തുടങ്ങി. 52 വർഷങ്ങൾ പിന്നിട്ടിട്ടും ലോകം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു എന്ന കാര്യം ഗൗരവമായി കാണേണ്ടതാണ്. അന്തരീക്ഷം അതിൻ്റെ ഗുരുതരാവസ്ഥയെ നേരിടുന്നു. ഓസോൺ പാളിയുടെ വിഘടനം പരിഹരിക്കാൻ കഴിയാതെ ഭൗമ വികിരണവും സൗരവികിരണത്തിലെ അൾട്രാ വയലറ്റ് പ്രതിഭാസങ്ങളും ജൈവ വൈവിധ്യത്തിൻ്റെ അവസാനത്തെ അടയാളത്തെയും നക്കിത്തുടക്കാൻ പാകത്തിലായിരിക്കുന്നു. ധ്രുവപ്രദേശത്തെ മഞ്ഞുരുകൽ പ്രക്രിയ ഈ രീതിയിൽ തുടർന്നാൽ 2050 ലോകത്തിലെ പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലാവും. കേരളത്തിലെ എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം നാം എന്തുകൊണ്ട് ഭയപ്പെടുത്തുന്നില്ല? വിഷവായുവേൽക്കാത്ത വിഷനീർ കുടിക്കാത്ത വിജി കേൾക്കാത്ത നാടെവിടെ മക്കളെ? പ്രവചനതുല്യമായ മഹാകവി അയ്യപ്പ പണിക്കരുടെ വരികളാണ് പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്നത്. 70കളിൽ കേരളത്തിൽ ഉയർന്നു വന്ന പരിസ്ഥിതി വിരുദ്ധ നീക്കത്തിനെതിരെ ഉയർന്നു വന്ന സാംസ്കാരിക പ്രതിരോധങ്ങളുടെ ഭാഗമായിരുന്നു മുകളിലത്തെ വരികൾ. കേരളത്തിലെ 44 നദികളും ഏതെങ്കിലും ഒന്നിൽ നിന്ന് വിശ്വസിച്ച് വെള്ളമെടുത്ത് കുടിക്കാൻ നമുക്ക് കഴിയുമോ? പെരിയാറിൻ്റെ തെളിനീരിനെ മലിനമാക്കി വിഷനീർ ഒഴുക്ക് ഇപ്പോഴും നടക്കുന്നു. മണവാട്ടിയായ കല്ലായിപ്പുഴ മരണശയ്യയിലായിട്ട് കാലമെത്രയായി? ഒരാൾക്കും ഒരു കുളിരുമില്ല. അധികാരികളുടെ ഒത്താശയോടെ ഒട്ടുമിക്ക നദീതീരങ്ങളും മാഫിയകൾ കൈയടക്കിയിരിക്കുന്നു. നമ്മുടെ കടലും കായലും മാഫിയകൾ നോട്ടമിട്ടിട്ട് കാലമേറെയായി.
നിയമ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ കാരണം അത് കൈക്കലാക്കാൻ അവർക്ക് തടസ്സം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പാർലമെൻറ്റ് പാസാക്കിയ നിയമം നമ്മുടെ കടലും കായലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. കടലിൻ്റെ അടിത്തട്ട് മാന്തിയാൽ അത് തീരഭാഗം ഇടിഞ്ഞു താഴുന്നതിന് കാരണമാകുമെന്ന് വിവരദോഷിക്കും അറിയാവുന്നതാണ്. മണൽ ഖനനമെന്ന പേരിൽ നടത്തുന്ന ഈ കൊടും ഹത്യയ്ക്ക് മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ അറബിക്കടലും ഉൾപ്പെടും എന്നതാണ് സത്യം. ഒരു ചായക്കോപ്പയിൽ കിടക്കുന്ന ബിസ്ക്കറ്റിന് സമാനമായ ഭൂപരിമിതിക്കുള്ളിലുള്ള കേരളത്തിൻ്റെ അവസ്ഥ പഠിക്കാതെ കടലും കരയും മലയും ഒരുപോലെ കൊള്ളയടിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പിണറായി വിജയൻ്റെ കേരളയിലും മോദിയുടെ കടൽ ഖനനവും അദാനിമാരുടെ വികസന വിനിമയ കൂട്ടുകെട്ടുകളും കേരളത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ പുതിയ അവബോധത്തിലെത്തിക്കാൻ പര്യാപ്തമാണ്. പക്ഷേ നാം അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല. കേരളയിൽ എന്ന ദുരന്തത്തെ വിക്രമാദിത്യൻ വേതാളത്തെ ചുമന്ന് നടക്കുന്നത് പോലെ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും ചുമന്ന് നടക്കുകയാണ്. ഒരു പ്രദേശത്തെ ജനതയെ ഒന്നായി നക്കി തുടച്ചിട്ടില്ലാതാകുന്ന ഈ പദ്ധതി നമുക്കെന്തിന് എന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്ന് മാത്രമല്ല, ചോദിച്ചവരെ രാജ്യദ്രോഹിയാക്കാൻ, തീവ്രവാദിയാക്കാൻ, UAPA ചുമത്താൻ തക്കം പാത്തിരിക്കുകയാണ് അധികാരികൾ. 2025 പരിസ്ഥിതി ദിനം മുന്നോട്ട് വെക്കുന്ന പ്രമേയം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. 1973 ഒരേ ഒരു ഭൂമി എന്ന പ്രമേയത്തിൽ തുടങ്ങി നിരവധി മുന്നേറ്റങ്ങൾ നടത്താൻ പരിസ്ഥിതി സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാതകങ്ങൾ 2050 പരമാവധി നിയന്ത്രിക്കുക, ഭൗമ താപനം കുറയ്ക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുക തുടങ്ങിയ പ്രതീക്ഷാപൂർണമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 11 ദശലക്ഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ വർഷവും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവ റീസൈക്ലിംഗ് ചെയ്യാനും സംസ്കരിക്കാനും ഉദ്ദേശം $300 മുതൽ $600 കോടി വരെ ചെലവ് വരുമത്രേ. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നം നമ്മുടെ ജീവിതത്തെ വരഞ്ഞു മുറുക്കുകയാണ്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ പ്ലാസ്റ്റിക്കിന് അടിമപ്പെട്ടിരിക്കുന്നു. ഉപയോഗം പരിമിതപ്പെടുത്തി നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഭൂമി പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുപ്പയാകാൻ ഇനി അധികകാലം വേണ്ടിവരില്ല. ദക്ഷിണ കൊറിയ ഈ വർഷം പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യമരുളുമ്പോൾ പുതിയ തീരുമാനത്തിലേക്ക്, നടപടികളിലേക്ക്, നിയമനിർമ്മാണത്തിലേക്ക് നാം നീങ്ങിയേ മതിയാവൂ. വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെപ്പറ്റി പറയുന്നതിൻ്റെ 10 ഇരട്ടി ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണം ദീനിൻ്റെ ഭാഗമാണെന്ന് കൂടി നാം തിരിച്ചറിയണം. ലീഗ് ഫോർ എൻവയർമെൻ്റൽ പ്രൊട്ടക്ഷൻ ഈ വർഷം സ്മൃതി വനത്തിൽ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ച വിവരവും ഈ അവസരത്തിൽ സസന്തോഷം അറിയിക്കുന്നു. പ്രിയങ്കരനായ MA സമദിൻ്റെ ലേഖനമാണ് ഇന്നത്തെ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിലെ ലോക പരിസ്ഥിതി ദിനത്തിൽ അദ്ദേഹം ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ശ്രദ്ധേയമായി ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ പ്രിയപ്പെട്ട സമദ് സാഹിബിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.